ടൈം കിട്ടിയില്ല. പെട്ടെന്നുണ്ടാവോ പറഞ്ഞിരുന്നില്ല. പിന്നെ ഇവരോട് ഞാൻ പറഞ്ഞു എല്ലാവരോടും പറയാം. പിന്നെ ഇവന് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. എന്നാലും ചേട്ടൻ വന്നില്ലേ, നമുക്ക് ഈ പ്രശ്നം വിഷയടിച്ചു വിളിക്കണം. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഇവരെ ഞാനിന്ന് ശരിയാക്കും. ഞാനും നിർത്തി. നീ പറഞ്ഞോണ്ട് എന്റെ മുടി നോക്കി. ഇതിനൊരു കുഴപ്പമില്ല. അവിടെ തന്നെ ഉണ്ട് മുടി. അയ്യോ, എന്റെ ചേട്ടന് വേദനിച്ചു. എന്നെ കണക്കായി പോയി. അവനെന്നെ പറ്റിച്ചു. രണ്ടും കൂടെ എന്താണ് കാട്ടണേ? എന്റെ കൊച്ചേ, എന്റെ പഴക്കൊക്കെ അവൻ മേടിച്ച് മേലെ വെച്ചിട്ടുണ്ട്. ഇന്നൊന്ന് ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടിയാ അവൻ വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു. നിർത്തി രണ്ടെണ്ണം കൂടി. ആണോടാ ചേട്ടാ? എന്നാലേ ഇപ്പൊ കിട്ടിയത് കണക്കായി പോയി. നിനക്ക് ആദ്യമേ പറഞ്ഞാ പോരെ, വെറുതെ എന്റെ കാശും കളഞ്ഞു. നമുക്ക് ഈ വിഷു ഒരു 1.5 വിഷു ആക്കാം. അതിപ്പം നല്ല കഥ. നിനക്കാരടി എല്ലാ വർഷവും പടക്കം മേടിച്ചിരുന്നേ? ആരാ? നീ പറ. എന്നിട്ട് എന്നോട് കാട്ടി നോക്കിയോളൂ. അത് നീ തന്നെ. പിന്നെ ഞാൻ വിളിച്ചു നീ സീരിയസ് ആയി പറയാണെന്ന്. സോറി ചേട്ടാ, നീ എന്നോട് ക്ഷമി. നമുക്ക് വിഷു നടക്കണ്ടേ? അയ്യോടാ, എൻ്റെ കൊച്ചിന് സോറിയൊക്കെ പറയാൻ അറിയായിരുന്നു. ആദ്യമായിട്ട് ഫ്രണ്ടോട് സോറിയൊക്കെ പറയണേ. എന്നാലും ഞാൻ ക്ഷമിച്ചിരിക്കണം. രണ്ടിന്റെ അടിയും വഴക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. പടക്കമൊക്കെ പൊട്ടിക്കുന്ന കൊള്ളാം. അലുപേ, നിന്നോട് ഞാൻ പറഞ്ഞു, ഇനി ഇവളോട് കൂടെ പറയാം. മക്കള് പടക്കമൊക്കെ പൊട്ടിക്കുന്നുള്ളാം. അവസാനം വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയാൽ മതി. അതൊക്കെ ഞങ്ങളേറ്റു. എന്തായാലും മമ്മിക്കൊരു പണി ഉണ്ടാക്കില്ല. അതോ കണ്ടാ മതി. ഞാനൊന്നേ അപ്പുറത്തെ വീട് വരെ പോയിട്ട് വരാം. എന്നാ ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല, ഇവളെന്താ ഒന്നും മിണ്ടാത്തേ? എടി മീനു, അത് ശരിയാണല്ലോ, നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തേ? അത് ശരിയാണല്ലോ. നമ്മളെ ഇവൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് പോലും കൊടുത്തില്ല. അപ്പോഴേക്കും നീ ചാടിക്കരി വന്ന് ബഹളം ഉണ്ടാക്കിയതായിരുന്നു. അത് ശരിയാ, നമ്മളെ ഇവൾക്കൊരു ഗ്യാപ്പ് പോലും കൊടുത്തില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കും. അത് ശരിയാ. വാ, ഞാൻ നിനക്ക് പടക്കം എവിടെയാണെന്ന് കാണിച്ചു തരാം. നീ മനഃപൂർവ്വം മുങ്ങിയത്. രണ്ടും കൂടെ എന്തേലും സംസാരിച്ചാ മതി. അത് ശരിയാ, എന്തേലും സംസാരിച്ചാ മതിയായിരുന്നു. ഇതിപ്പോ വന്നു. എന്നോട് അനുവെല്ലാം പറഞ്ഞായിരുന്നു. ഇനി ഇയാളുടെ പ്ലാൻ എന്താ? ആണോ? അത് തന്നെയാ എൻ്റെ ആഗ്രഹം. എന്നാ ഇയാൾ വിളിച്ചത് പപ്പ ടെൻഷനാണ്. സംസാരിച്ചോളൂ. എന്ത് പറഞ്ഞു? എന്ത് പറയും? എന്നാ സംസാരിച്ചു, അത്ര തന്നെ. അതല്ലേ ചോദിച്ചേ, എന്താ സംസാരിച്ചത്? എന്താ ഒരാക്കി പറയുന്ന മാതിരി സംസാരിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. അതെനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ ചെയ്യും. നീ ചേട്ടൻ വിളിച്ചപ്പോ കൂടെ പോയല്ലേ ഉള്ളൂ. പിന്നെ ചേട്ടൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന അനിയത്തി വേറെ എവിടെയില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ സംസാരിച്ചത് അത് പറ. ഞങ്ങള് ഓരോന്നൊക്കെ സംസാരിച്ചു, അത്ര തന്നെ. എന്നാലും സംസാരിച്ചെന്തെന്ന് വെച്ച് പറയില്ലല്ലേ. എന്നാലും സംസാരിച്ചല്ലോ, അത് മതി. എന്നാ
ഫ്രഷ് ആയി വരാം. നീ ഫ്രഷ് ആവുന്നില്ലേ? ഓ ഫ്രഷാ. അതൊന്ന് വിശ്രമിക്കട്ടെ. പിന്നെ നീ മമ്മിയോടൊന്നും പറയല്ലേ? ഏയ് ഞാനൊന്നും പറയത്തില്ല. മോളെ, ഈ കഥകൊന്ന് തുറന്നേ. അയ്യോ മമ്മി, നീ ആ കഥകൊന്ന് തുറന്നേ. ഇല്ല, നിങ്ങളിത് ഫ്രഷ് ആയില്ലേ? എത്ര നേരമായി? വേഗം പോയി ഫ്രഷ് ആയി വാ. എന്നിട്ട് വേഗം താഴത്തോട്ടാ, ഞാൻ ഫുഡ് എടുത്തു തരാം. നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ലേ മക്കളെ? വേഗം വരണം കേട്ടോ. ആ ആൻറ്റി, ഞങ്ങൾ വേഗം വരാം. ആൻറ്റി ശരി. ഞാൻ പോയി ഫ്രഷ് ആയിച്ചു. അതുവരെ നീ വിശ്രമിച്ചോ. എന്നിട്ട് വന്നിട്ട് നീ ഫ്രഷ് ആയില്ലെങ്കിലേ മമ്മി ഇങ്ങോട്ട് വരും. രാവിലത്തെ മമ്മീൻ്റെ കയ്യിലെടുത്ത് ഇതിന് പറയാനുണ്ടോ? നീ പോയി ഫ്രഷ് ആവും. എന്നിട്ട് ഞാനും ഫ്രഷ് ആവും. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വേഗം ഓടിപ്പോയി ഫ്രഷ് ആയി വരാം. ഓക്കെ? ഇതൊക്കെ മമ്മി ഉണ്ടാക്കിയതാണ്. അല്ല, ഹോട്ടലിൽ നിന്ന് മേടിച്ചതാ. എന്തേ? എനിക്കും തോന്നി. കാരണം മമ്മി ഇതൊന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാനല്ലാതെ നിനക്കാരാ ഭക്ഷണം ഉണ്ടായത്? അവള് പറയുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും എൻ്റെ കൊച്ചിന് ദേഷ്യം. ഞാനൊരു തമാശ പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ എൻ്റെ മമ്മിയുടെ ഭക്ഷണം കണ്ട കഴിക്കുന്നതിന് മുമ്പേ അറിയാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. മതി എന്നെ സൂചിപ്പിച്ച്. പന്നിരി ഞാൻ വിളമ്പിത്തരാം. അല്ല മീനും എന്തേ? അവളെന്താ വരാത്ത കഴിക്കാൻ? നീ അവളെ വിളിച്ചില്ലേ? അവളിപ്പോൾ വരും. അവളുടെ ഏതോ കൂട്ടുകാരി വിളിച്ചിരിക്കും. അപ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വരാന്നാ പറഞ്ഞു. അതെയോ? ആ എന്നാ അവള് വരട്ടെ. ഇവളെപ്പോഴാ വരാ? ആ വന്നല്ലോ, വേഗം വാ. ഇന്നില്ലേ അവിടെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉള്ളത്. നല്ല വിശപ്പുണ്ട്. പിന്നെ എത്ര നേരം കാത്തിരിക്കുന്നറിയോ? വേഗം വന്നേ ഒന്ന്. സോറിയടാ, കുറെ കാലയില്ല അവള് വിളിച്ചിട്ട്. ഇപ്പോ സംസാരിച്ചപ്പോ സമയം പോയത് അറിഞ്ഞില്ല. നിനക്ക് കഴിക്കാറുന്നില്ലേ? നീ എന്തിനാ എന്നെ വെയിറ്റ് ചെയ്തത്? അത് ശരി, ഞാൻ ഒറ്റ കഴിക്കാണ്. നീ വരാതെ അതൊക്കെ വിട്, വാ വേഗം കഴിക്കാം. ആ ഞാൻ വിളമ്പിത്തരാം. നിങ്ങൾ എന്നെ എടുത്താലേ ഒന്നും കഴിക്കത്തില്ല. അത് മതി, അത് തന്നെ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാടൊന്നും വിളമ്പിയില്ലല്ലോ. അമ്മ പറഞ്ഞു കേട്ടില്ലേ? കഴിച്ചങ്ങോട്ട്. നിന്നോടും കൂടി പറഞ്ഞു കുറച്ചുകൂടെ എടുത്ത് കഴിയും. അല്ല ചേട്ടന്മാരുണ്ട്. എന്തേ? റൂമിലുണ്ട്, നല്ല ഉറക്കം. അല്ല അവനും ഉറങ്ങിയോ? അവനെന്ത് ഇത്ര ക്ഷീണം? ഉറങ്ങുന്നാലും ഉറങ്ങട്ടെ. നീ പോയി ആരെ പിടിച്ചെണീപ്പിക്കണ്ട കേട്ടോ. ഞാനെന്തിനാ അവനെ പിടിച്ചെണീപ്പിക്കണം? അത്ര നേരം സമാധാനം കിട്ടും. പിന്നെ ഞാനെന്താ അവനെ എണീപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവരെ പോയി ഇടങ്ങാറാക്കണ്ട. ഞാൻ ഫുഡ് കഴിച്ച് ഉറങ്ങാൻ പോ. രാത്രി പഴക്കൊക്കെ പഠിക്കണ്ടേ? അതിന് കുറച്ച് എനർജി ഒക്കെ വേണ്ടേ? മതിയാണല്ലേ, ഇതും കൂടെ കഴിയും. മതി മമ്മി, ഇനി വിളമ്പല്ലേ. ഇത് മതി. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതുകൂടെ കഴിക്കണം. കഴിച്ചങ്ങോട്ട്. അതന്നെ കഴിക്കങ്ങോട്ട്. അല്ലേ നീയും കൂടെ കഴിക്കും. അല്ലേ ഞാൻ കൊടുത്തതൊക്കെ കഴിച്ചു. നീയാ കഴിക്കാത്ത. നീ കഴിക്കങ്ങോട്ട്. അല്ലേ അലാറം വെച്ചിട്ട്. അലാറം അടിക്കുമ്പോൾ നമുക്കിരിക്കാം. അതൊക്കെ വെച്ചിട്ട് എണീക്കണത് കണ്ടാ മതി. എന്തായാലും ഞാൻ എണീക്കും. ഉറപ്പ് എന്തായാലും എണീച്ചിട്ട്. ചേട്ടാ